ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തഞ്ചാവൂരിലാണ്. അപ്പോൾ അതേ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മൾ ക്ഷേത്രത്തിൽ പോയതിനെ പറ്റിയും അവിടുത്തെ വിശേഷങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ആ വീഡിയോ കണ്ടു നോക്കൂ. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേ നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. നമ്മൾ 6 മണിക്ക് ഓട്ടോറിക്ഷ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റെഡി ആയൊക്കെ വന്നപ്പോഴേക്കും 6:30 കഴിഞ്ഞു. അപ്പോൾ അതുവരെ ആട്ടോ അവിടെ വെയിറ്റ് ചെയ്തായിരുന്നേ. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ പോയി ഒന്ന് ക്ഷേത്രത്തിൽ തൊഴണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുതിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്ന് അവിടെ പോയി തൊഴണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. നമുക്ക് തലേ ദിവസം യാത്രയൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആമിക്ക് നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. അങ്ങനെ അവളൊന്ന് ഉറങ്ങിപ്പോയി. അതാണ് കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ അതേ രാവിലെ തന്നെ സൂര്യോദയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആളുകൾ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ തലേ ദിവസം വന്നതിൻ്റെ അത്രയും തിരക്കൊന്നുമില്ല. അതിരാവിലെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ സമയം എന്ന് പറയുന്നത് 6 മണി തൊട്ട് ഉച്ചയ്ക്ക് 12:30 വരെയാണ്. വൈകുന്നേരത്തെ സമയം 4 മണി തൊട്ട് രാത്രി 8:30 വരെയാണ്. അപ്പോൾ നമുക്കിവിടെ 12:30 വരെ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെയ് മാസം ആയ കാരണം കൊണ്ട് തന്നെ നല്ല വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, വെയിലായതുകൊണ്ട്. പക്ഷെ നമ്മൾ രാവിലെ വന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമ്മളിതേ നേരെ വന്ന് കുറച്ച് പൂവൊക്കെ മേടിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിലേക്ക് പോയത്. കാരണം തലേ ദിവസം നമ്മളിവിടെ വന്നപ്പോൾ മുരുകക്ഷേത്രത്തിൽ പൂജാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പൂവ് ഒന്നും കൊണ്ടുവന്നില്ലേന്ന്. അപ്പം നമുക്ക് അതൊരു വിഷമമായി. അപ്പോൾ എന്തായാലും പിറ്റേന്ന് രാവിലെ പോകുമ്പോൾ പൂ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോഴാണ് ഇവിടെ വന്നപ്പോഴേക്കും അത്ഭുതം കണക്കെ ഒരു സംഭവം ഉണ്ടായി. അപ്പം നമ്മളിങ്ങനെ ക്ഷേത്രത്തിലേക്ക് കയറുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് പ്രസാദമൊക്കെ തരുന്നൊരു കൗണ്ടർ ഉണ്ടെന്ന്. അപ്പോൾ അവിടുത്തെ ആ പയ്യൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും മുരുകൻ്റെ അടുത്തോട്ട് പോവല്ലേ, അപ്പോൾ എന്തായാലും അവിടത്തേക്കുള്ള പാല്, പൂജ ചെയ്യുന്നതിനുള്ള പാല് എൻ്റെ ഹസ്ബൻഡിനോട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് അതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. അപ്പോൾ ആ പുള്ളി ആ പാൽപാത്രം കൊടുത്ത സമയത്ത് ഭൂമിയിൽ തൊട്ട് നമസ്കരിച്ച് ഭഗവാനോട് അനുവാദമൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ ഹസ്ബൻഡിലേക്ക് കൊടുത്തു വിട്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്ത് തന്നതെന്ന് പോലും അറിയത്തില്ല കേട്ടോ. അങ്ങനെ വേറെ ആരെയും അങ്ങനെ ഏൽപ്പിക്കാറില്ല എന്നാണ് ആ പയ്യൻ നമ്മളോട് പറഞ്ഞത്. പക്ഷെ എന്തായാലും അദ്ദേഹം അങ്ങനെ ആ പാൽപാത്രം തന്നപ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ അവിടുത്തെ പൂജാരിയോട് പോയി സംസാരിച്ചപ്പോൾ പൂജാരി പറഞ്ഞതും അതൊരു നിമിത്തമായിട്ട് കണ്ടാൽ മതി എന്നാണ്. ഒരു പക്ഷേ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നൊരു യാത്ര പോലും ചിലപ്പോൾ ഈ ഒരു കാര്യത്തിനായിരിക്കാം. അപ്പോൾ ഇതൊക്കെ എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമായിട്ടാണ് ഞങ്ങൾ കണ്ടത് കേട്ടോ. കാരണം സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് അവിടെ പാല് കൊടുക്കുന്നത് ആ പയ്യനാണ്. അപ്പോൾ അങ്ങനെ പുറത്തു നിന്ന് വരുന്നവരെയും അവരങ്ങനെ കൊടുക്കാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായി. അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ഉണ്ടായത് കൊണ്ട് വളരെയധികം സന്തോഷമായി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നേരെ പോയി തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം വെയിൽ തുടങ്ങിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ വെയിലടിക്കുമ്പോൾ മൈഗ്രെയിൻ സ്റ്റാർട്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കണ്ണൊക്കെ ഒന്ന് വീർത്ത് വരുന്നത് കേട്ടോ. കുറേ കഴിയുമ്പോഴേക്കും മുഖം ഫുള്ളി ഇങ്ങനെ ബലൂൺ പോലെ വീർത്ത് കെട്ടിയിരിക്കുവേ, മൈഗ്രെയിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതേ നമ്മൾ തൊഴുത് കഴിഞ്ഞിട്ട് നേരെ പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശിവൻ്റെ അടുത്തും പോയി തൊഴുതു, എല്ലായിടത്തും ഒന്ന് തൊഴുതിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഒരു വൈബ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. കാരണം വലിയ തിരക്കൊന്നും ഇല്ല, നല്ല സമാധാനമായിട്ട് കാമായിട്ട് നിന്ന് തന്നെ നമുക്ക് തൊഴാനായിട്ട് പറ്റി. അതുപോലെ തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. തലേ ദിവസം വൈകുന്നേരം മഴ പെയ്തു എന്ന് പറഞ്ഞല്ല, പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയും വെളുപ്പാങ്കാലത്തൊക്കെ ഭയങ്കര മഴയായിരുന്നു. അപ്പം രാവിലെ വന്നപ്പോഴും നല്ല സുഖമായിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ അതേ നമ്മുടെ ക്ഷേത്രമൊക്കെ ഒന്ന് സൂം ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ ചെയ്തു വെച്ചേക്കുന്ന കൊത്തുപണികൾ നോക്കി, ചെറിയ മയിലിൻ്റെ പോലത്തെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ആനകളെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ചെറിയ ഈ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഈ നന്ദിയെ വെച്ചേക്കുന്ന ശ്രീകോവിലിൻ്റെ മേലെ പോർഷനിൽ പെയിൻറ്റിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് അറിയാമോ? അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമുക്കാണെങ്കിൽ ഈ കോവിലിൻ്റെ ഫ്രണ്ട് പോർഷനിൽ ഈ തൂണിലൊക്കെ ചെറിയ ചെറിയ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒന്ന് അടുത്തോട്ട് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ കയറി പോകുന്ന തൂണിൻ്റെ അവിടെയൊക്കെ ആനയുടെ ഷേപ്പൊക്കെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രീകോവിലിൻ്റെ ആ ഒരു ശിവക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മേലത്തെ പോർഷൻ ഞാൻ ഇപ്പോൾ സൂം ചെയ്ത് കാണിക്കും.
നോക്കിയിരിക്കാം. ആ കാണുന്നത് കണ്ട, ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം കേട്ടോ, അത് പല്ലിയാണ്. അപ്പോൾ അത് പല്ലിയുടെ ഒരു ഷേപ്പ് അവിടെ കൊത്തി വെച്ചേക്കുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ, ഇതുപോലെ ഒരു പയ്യൻ നമ്മളോട് സംസാരിച്ചു. അപ്പം ആ പയ്യനാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. പിന്നെ ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകത ഉള്ളത് ഫുള്ള് കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത്. ഇന്ന് കാണുന്ന നമ്മുടെ ഇന്നത്തെ ടെക്നോളജിയിലുള്ള ഒരു ബിൽഡിങ്ങേ അല്ല ഇത്. പണ്ടത്തെ മണ്ണും ഈ കരിങ്കല്ലും ഒക്കെ കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു ക്ഷേത്രമാണ്. ഇന്നത്തെ പോലത്തെ സിമന്റോ അല്ലെങ്കിൽ ടൈൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലത്ത് 1010 നിർമ്മിച്ചേക്കുന്ന ക്ഷേത്രമാണ് ചോള രാജാവിന്റെ കാലത്ത്. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടുകളിൽ ഫുള്ളായിട്ട് ചെറിയ നന്ദിയുടെ വിഗ്രഹം ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എല്ലാം ഒരേ ഷേപ്പിനും ഒരേ അകലത്തിലുമാണ് വെച്ചേക്കുന്നത്. അത് കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ. പിന്നെ രാവിലത്തെ സൂര്യോദയം കാണാനുണ്ടല്ലോ, ഇവിടെ വരണം. അതുപോലെ തന്നെ സൺസെറ്റ് കാണാനും വരണം കേട്ടോ. പിന്നെ രാത്രി ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറൊന്ന് തന്നെയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇന്നും നമ്മൾ രാത്രി ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കണ്ടു നോക്കണേ. പിന്നെ അതേ ഇവിടെ ഈ ചുവരിലൊക്കെ മൊത്തം പഴയ കാലത്തെ ലിപിയിലെ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വായിച്ചാലും മനസ്സിലാവില്ല, പഴയ തമിഴാണ്, അന്നത്തെ കാലത്തെ തമിഴാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണ് എഴുതിയേക്കുന്നതെന്ന്. പക്ഷെ എല്ലാ കാര്യങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ ഈ ഡ്രെയിനേജ് വാട്ടർ പോകാൻ വേണ്ടി ഒരു സംവിധാനം കണ്ടു. ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സൈഡിലും ഒരാളിന് ഇതിന് ഉള്ളിലൂടെ കയറി ഇറങ്ങാനുള്ളൊരു സ്പേസ് ഉണ്ട്. താഴത്തെ പോർഷനിലാണെങ്കിൽ നമുക്ക് നടന്നു പോകാം, തലയൊന്ന് കുനിച്ച് നമുക്ക് നടു വളച്ചിട്ട് നടന്നു പോകാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ മേലത്തെ പോർഷനിലൂടെയും നടന്നു പോകാം. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ വേസ്റ്റ് വാട്ടറും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഓടയാണ്. പിന്നെ നമ്മളിവിടെ പരിചയപ്പെട്ട ഒരു ചേച്ചി നമ്മളോട് പറഞ്ഞത്, ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരു ആളിനെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. അവർ നമ്മളോട് പറഞ്ഞത് ഈ ക്ഷേത്രത്തിന്റെ അടിഭാഗത്ത് കൂടി, അതായത് ഭൂഗർഭ പാതകളുണ്ടെന്നാണ് പറഞ്ഞിട്ട്. അത് വേറെ ഏതോ ഒരു ക്ഷേത്രത്തിൽ ചെന്നെത്തും അത്രേ. പക്ഷേ നമ്മളിവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അതിപ്പോൾ ഇല്ല എന്നാണ് പറയുന്നത്. അതൊക്കെ ക്ലോസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ കുറേ മിറാക്കിൾസ് ഒക്കെ ഉള്ളൊരു സംഭവമാണ്, മിസ്റ്ററീസ് ഒക്കെ ഉള്ളൊരു ഇടമാണിത്. കുറേ കാര്യങ്ങൾ നമ്മളോട് അവർ പറയുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പം മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വഴികളൊക്കെ ഈ ക്ഷേത്രത്തിന്റെ അടിയിലൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് അത്രേ. പിന്നെ നമ്മളാണെങ്കിൽ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ടുണ്ട് കേട്ടോ, കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് ഇരുന്നു. പിന്നെ ഇത് ഈ ഒരു വിഗ്രഹം കണ്ടു, ഇതിലേക്ക് ഞാനൊന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ ഹസ്ബൻഡാണ് എന്നോട് പറഞ്ഞത് ആ വിഗ്രഹത്തിൽ മാത്രം സൺറൈസ് അടിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതും എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ശിവക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ അതേ ഈ ഒരു പോർഷൻ കണ്ടോ, ഇതില് വെള്ളം, അതായത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ വരുന്ന തീർത്ഥവും വേസ്റ്റ് വാട്ടറൊക്കെ വരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ നല്ല ഭംഗിയായിട്ടാണ് അവര് ചെയ്തു വെച്ചേക്കുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. അതുപോലെ തന്നെ ഈ ക്ഷേത്രം നിർമ്മിച്ചേക്കുന്നത് കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തച്ചൻ എന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ശില്പിയുടെ പേരാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ മതിലില് അദ്ദേഹത്തിന്റെ പേരും കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോഴേക്കും ഈ പൂക്കടയുടെ അവിടുത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ പറയാൻ മറന്നുപോയൊരു കാര്യമാണ്, ഇവിടെ നമ്മൾ 1 രൂപ പോലും കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സമയം കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് യാത്രാ ചെലവ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പാസ് എടുക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് വന്ന് തൊഴാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ്. പിന്നെ അത്ഭുതങ്ങളുടെ ഒരു ക്ഷേത്രം തന്നെയാണ് കേട്ടോ. വന്ന് കണ്ടാലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആട്ടോ ഡ്രൈവറുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള വേറൊരു അങ്കിളിന്റെ ആട്ടോയിലാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ ഈ അങ്കിളാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളും ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ഇവിടുത്തെ പെരുമാൾ ക്ഷേത്രത്തിലാണ്, അതായത് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. അപ്പോൾ 3 ക്ഷേത്രം ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ 3 ക്ഷേത്രങ്ങളിൽ നമ്മൾ ദർശിച്ചാലാണ് ഒരു ദിവ്യദേശം ആവുള്ളൂ എന്ന് പറയും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുന്നവർ മിക്ക ആൾക്കാരും തഞ്ചാവൂരിൽ വന്നിട്ട് ഇവിടുത്തെ ശിവക്ഷേത്രത്തിൽ മാത്രം തൊഴുതിട്ട് പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെയല്ല, ഇവിടുത്തെ പെരുമാൾ ക്ഷേത്രത്തിലും കൂടി നിങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ടുപോകും കേട്ടോ. നമുക്ക് അവിടുത്തെ പോറ്റിയാണ് പറഞ്ഞു തന്നത് 3 ക്ഷേത്രവും കവർ ചെയ്താലേ നമുക്ക് ഒരു ദിവ്യദേശം ആവുകയുള്ളൂ എന്ന് പറഞ്ഞത്.
അതുപോലെ തന്നെ 108 ക്ഷേത്രം സന്ദർശിച്ചിട്ടുള്ള ഒരു പുണ്യമാണ് കിട്ടുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു ക്ഷേത്രം വരുന്നത് നരസിംഹ അവതാരത്തിന്റെ ക്ഷേത്രത്തിലാണ്. ഒരെണ്ണം കാർമുകിൽ വർണ്ണന്റെ, അതായത് നീലകൃഷ്ണന്റെ ക്ഷേത്രവും പിന്നെ ഒന്ന് പെരുമാൾ ക്ഷേത്രത്തിലാണ് കേട്ടോ. അപ്പൊ അങ്ങനെ 3 ക്ഷേത്രത്തിലും വന്നു. അവിടെ 3 നമുക്ക് വീഡിയോ അലൗഡ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അങ്ങനെ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നേക്കുന്നത് തഞ്ചാവൂർ പാലസിലേക്കാണ്. അപ്പൊ അവിടെ വന്നിട്ട് നേരെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുന്നത്. ഇപ്പോൾ അഡൽട്സിന് 50 രൂപയും കുട്ടികൾക്ക് 20 രൂപയോ മറ്റാണ്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തു. അങ്ങനെ നേരെ ആ കവാടത്തിലൂടെ കയറി പോവാണ് കേട്ടോ. 1000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചേക്കുന്ന ഒരു പാലസ് ആണിത്. അപ്പം ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു മാർക്കറ്റ് കാണാൻ പറ്റും. പണ്ട് കാലത്ത് ഇവിടെ ആയിരുന്നു മാർക്കറ്റ് ഉണ്ടായിരുന്നത് അത്രേ, ചോഴ രാജാക്കന്മാരുടെ കാലത്ത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇവിടെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നമ്മൾ കയറി കണ്ടിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഡോക്യുമെന്ററി പോലെ കാണിച്ചു തരുന്നത് തിയേറ്റർ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പാലസിലാണ്. അപ്പൊ ഈ പാലസിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുമാത്രം ഇവിടെ കാണാനുണ്ടെന്നും. അന്നത്തെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, നല്ല വെയിലായിരുന്നു, എന്നാലും നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നിയില്ല. അപ്പോൾ അതേ പാലസ് ഇതാണ്. പാലസിന് ചുറ്റും നമുക്ക് വീഡിയോ എടുക്കാനും ഒക്കെ പറ്റുമേ. നമ്മൾ ഉള്ളിലോട്ടേക്കൊന്നും പോയിട്ടില്ല. പിന്നെ ഈ പാലസിനകത്ത് തന്നെ നമുക്ക് അകത്തോട്ടേക്ക് കയറിയിട്ടൊക്കെ കാണാനൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ കല്ലിൽ തീർത്തതാണ് ഇവിടെ ചുറ്റും വെച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അത് ഒരു നടരാജർ ഹാളുണ്ട്. അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കുറെ കൂടി ഇവിടുത്തെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പഴയ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെറിയൊരു മ്യൂസിയം പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ 2 സൈഡിലിരിക്കുന്ന ഈ ആനകളെ കണ്ടു, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു കൗതുകം തോന്നി. അപ്പോൾ അതേ നമ്മൾ നേരെ കയറിയിരിക്കുന്നത് നടരാജർ ഹാളിലേക്കാണ്. ഇപ്പോൾ പഴയ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിനകത്തും പഴയ രീതിയിലുള്ള പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. പിന്നെ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ബെൽ ടവർ വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവം. ബെൽ ടവറിന്റെ മേലെ നമുക്ക് കയറാൻ പറ്റുമേ. മേലെ കയറി കഴിഞ്ഞാൽ തഞ്ചാവൂർ ഡിസ്ട്രിക്ട് ഫുള്ള് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ മുന്നോട്ടേക്ക് പോയപ്പോഴാണ് അവർ പറയുന്നത് ഇപ്പോൾ അലൗഡ് അല്ല, ഇപ്പോൾ തൽക്കാലം ആളുകളെ കയറ്റി വിടുന്നില്ല, പകുതി ദൂരം മാത്രമേ പോകാൻ പറ്റുള്ളൂ അത്രേ. അപ്പൊ എന്തായാലും നമ്മൾ മൊത്തത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. പോയിട്ട് പകുതിയോളം പോയിട്ട് തിരികെ വരുവാണ് ചെയ്തത്. പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇവിടുത്തെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സെയിൽ ചെയ്യാനായിട്ട് വെച്ചേക്കുന്നുണ്ട്. ഇത് ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റ് റൂമും ഉള്ളത്. നേരെ നമ്മൾ ഈ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തഞ്ചാവൂർ പാവ മേടിക്കാമെന്ന് വിചാരിച്ചേട്ടാ. അപ്പൊ ഞങ്ങള് റേറ്റ് ചോദിച്ചപ്പോഴേക്കും 350, 450, 550 പല റേറ്റിനും ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരെണ്ണമേ മേടിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നും മേടിക്കുന്നില്ല കേട്ടോ. കാരണം പിന്നീട് നമുക്ക് പുറത്ത് പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. ഒരേ ഒരു പാവ മാത്രം വാങ്ങിയിട്ട് നേരെ ഞങ്ങള് പിന്നെ മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ അതേ വരുന്ന വഴിയിൽ തന്നെ ഔറംഗസേബ് രാജാവ് നിർമ്മിച്ചിട്ടുള്ള ഒരു പള്ളിയാണ് അത്. നമുക്ക് ആ ആട്ടോ അങ്കിളാണ് കാണിച്ചു തന്നത് കേട്ടോ. പിന്നെ നേരെ നമ്മൾ വന്നേക്കുന്നത് മണിമണ്ഡപം എന്ന് പറയും. ഇവിടെ ഒരു ചെറിയൊരു പാർക്ക്, മണിമണ്ഡപവും കൂടി എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു സംഭവമാണ് കേട്ടോ. കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പാർക്കാണ്. ഇവിടെയും 5 രൂപയോ മറ്റോ ഉള്ളൂ കുട്ടികൾക്ക്. അപ്പോൾ ഈ മ്യൂസിയത്തിനകത്ത് കയറാൻ വേണ്ടിയിട്ട് 3 രൂപയോ 5 രൂപയോ എന്താണ് കേട്ടോ. വളരെ ചീപ്പായിട്ടുള്ള റേറ്റിനാണ് ഇതെല്ലാം എൻട്രി പാസുകൾ തരുന്നത്. അങ്ങനെ നമ്മൾ ഈ സമയത്ത് വന്നപ്പോൾ അവിടെ മ്യൂസിയം ഓപ്പൺ അല്ലായിരുന്നു, മാത്രമല്ല നല്ല വെയിലും, അതുകൊണ്ട് നമ്മൾ പാർക്കിലൊന്നും കയറിയിട്ടില്ല. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം വരാമെന്ന് പ്ലാൻ ചെയ്തേട്ടാ. അപ്പൊ നമുക്ക് നല്ലൊരു മീൽസ് കഴിക്കണമെന്നുണ്ടായിരുന്നു. വൈശാഖ മാസത്തിലെ വ്രതം എല്ലാം കഴിഞ്ഞു. നമ്മുടെ ഗുരുവായൂർ യാത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ഗുരുവായൂർ യാത്ര കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വ്രതം മുറിക്കേണ്ട സമയമായി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഫിഷ് മീൽസ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പഴയ കാലത്തെ ഒരു മെസ്സാണ് കേട്ടോ. ഇത് കുറെ വർഷങ്ങൾ പഴക്കമുള്ളൊരു മെസ്സാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ വന്നൊരു ഫിഷ് മീൽസ് ആണ് കഴിച്ചത്. നമ്മളിപ്പോ ഒരുപാട് വലിയ 5 സ്റ്റാർ ഹോട്ടലിലും വലിയ ഹോട്ടലിലൊന്നും കയറിയിട്ടില്ല. പക്ഷെ നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഇവിടുത്തെ തനി നാടൻ ഭക്ഷണമാണ്. തമിഴ്നാട് മീൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുവേ.
അങ്ങനെ നമ്മൾ റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒന്നും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒന്നും കൂടി ഒന്ന് ക്ഷേത്രത്തിൽ പോകണം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആമി ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എൻ്റേത് ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. എൻ്റേത് പഴയ ഡ്രസ്സാണ്, ഹസ്ബൻഡിൻ്റെതും പഴയതാണ്. നമുക്ക് 3 പേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് ഇടാമെന്ന് പറഞ്ഞിട്ട് അവൾക്കും കൂടി ഒരു ലാവൻഡർ ഡ്രസ്സ് എടുത്തതാണ്. അപ്പോൾ ഞാൻ ആ ഡ്രസ്സിൻ്റെ ലിങ്ക് എന്തായാലും കൊടുത്തേക്കാമേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ വേറൊരു ഓട്ടോറിക്ഷ ആണ് ബുക്ക് ചെയ്തത്. നമ്മൾ നേരത്തെ വന്നിട്ടുള്ള അങ്കിൾ ഫ്രീ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് റാപ്പിഡോയിൽ തന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ മണിമണ്ഡപത്തിലേക്കാണ് വന്നത്. നമുക്ക് നേരത്തെ മണിമണ്ഡപത്തിൽ കയറാനൊന്നും പറ്റിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. വൈകുന്നേരം ആയിട്ടുണ്ട്, ഒരു 4 മണിയൊക്കെ കഴിഞ്ഞു. നല്ല ചൂടാണ് കേട്ടോ ഈ സമയത്ത്. ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം ചൂടൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് ചുറ്റി കാണാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് ഈ മണിമണ്ഡപത്തിന്റെ മേലെ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മിസ്സായി. നമുക്കാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഞങ്ങൾ ആമി ഇവിടെ കൊണ്ടുവന്ന് പാർക്കിലൊക്കെ കളിപ്പിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ഹസ്ബൻഡ് മഴ വന്ന കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷ ബുക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഉള്ള റേറ്റ് വരുന്നത് ഏകദേശം 100-150 ആ ഒരു റേഞ്ചിനാണ്. നമുക്കിപ്പോൾ ഭാഷയൊന്നും അറിഞ്ഞില്ലെങ്കിൽ അവർ നമ്മളെ നിന്ന് 200 രൂപ വരെയൊക്കെ മേടിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ 100 രൂപ കൊടുത്ത് തന്നെയാണ് ഓട്ടോയിലൊക്കെ കയറിയത്. അപ്പോൾ എന്തായാലും അവളെ ഒന്ന് പാർക്കിലേക്ക് കയറ്റുന്നതിന് മുന്നേ തന്നെ ഇവിടുത്തെ രാജരാജ ചോഴന്മാർ യൂസ് ചെയ്തിരുന്ന ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. നമ്മൾ ഈ മ്യൂസിയത്തിലാണ് നേരത്തെ കയറാതെ പോയത്, സമയം കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കയറാമെന്ന് കരുതി കേട്ടോ. ഒരാൾക്ക് 3 രൂപയോ മറ്റോ ആണ് റേറ്റ് വരുന്നത്. ഈ ഒരു വിഗ്രഹം കണ്ട, ഇതാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ നേരത്തെ കാണിച്ചിട്ടുള്ള ഒരു വേസ്റ്റ് വാട്ടറൊക്കെ വരുന്ന അവിടെ വെച്ചിരുന്നൊരു ഒരു വിഗ്രഹം കേട്ടോ. അപ്പോൾ അത് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അന്ന് യൂസ് ചെയ്തിരുന്ന കല്ലുകളും ആയുധങ്ങളും അന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു മിനിയേച്ചർ മോഡലും അങ്ങനെ കുറേ സാധനങ്ങളാണ് ആ മ്യൂസിയത്തിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്ന് ചെറിയൊരു മ്യൂസിയമാണ് കേട്ടോ, അണ്ടർഗ്രൗണ്ടിലാണ് വെച്ചേക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല നീറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിക്കാണെങ്കിൽ കളിക്കാനുള്ള അത്യാവശ്യം ആയതുകൊണ്ട് നേരെ വന്ന് അവളെ കൊണ്ടുപോയി കളിപ്പിക്കാനായിട്ട് കയറ്റി. അപ്പോഴേക്കുമാണ് അതേ ഇവിടെ മണിമണ്ഡപത്തിന്റെ മേലെ കയറാൻ പറ്റുമെന്ന് നമ്മൾ അറിയുന്നത് കേട്ടോ. പക്ഷെ ഇതിനിടയിൽ ഒരു അബദ്ധം പറ്റിയത്, ഹസ്ബൻഡ് ആണെങ്കിൽ ഓട്ടോറിക്ഷ ബുക്ക് ചെയ്ത് പോയി. അപ്പോൾ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാവിലെ പോയ ആ അങ്കിള് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾ ഉള്ള സമയത്ത് പെട്ടെന്നൊന്ന് മേലെ കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഇതേ മഴയും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മേലെ വരെ ഞങ്ങൾ എത്തിയില്ല. പകുതി ഒരു 2 നില കയറിയിട്ട് പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ നേരെ ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് ക്ഷേത്രത്തിലേക്ക് വന്നേട്ടാ. അപ്പോൾ നമ്മൾ വൈകുന്നേരവും ഒന്ന് പൂവൊക്കെ മേടിച്ച് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. ശിവന്റെ അവിടെ നമ്മൾ രാവിലെ കയറിയപ്പോൾ ഒന്നും വെച്ചില്ല. അപ്പോൾ അങ്ങനെ പൂവൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ പോയി ക്ഷേത്രത്തിൽ കയറി തൊഴുതു. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് 3 നേരവും തൊഴാനായിട്ട് പറ്റിയായിരുന്നേ. തലേ ദിവസവും അതെ, ഇന്ന് രാവിലെയും രാത്രിയും അതെ. അപ്പോൾ ഇന്ന് രാത്രി നല്ലൊരു ഭംഗിയുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ഇന്ന് മഴ പെയ്തില്ല, പക്ഷേ നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നതാണ്. ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇന്ന് രാത്രി നമ്മളിവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. തലേ ദിവസം ഇരുന്നതിനേക്കാളും സ്പെൻഡ് ചെയ്തു. കാരണം നമ്മൾ നാളെ രാവിലെ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോകും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ സ്ഥലത്ത് ഇപ്പോഴൊന്നും വരാൻ പറ്റില്ലല്ലോ. നമുക്ക് മാക്സിമം ഇവിടെ കാമായിട്ട് ഇരുന്ന് കുറച്ച് ശിവന്റെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നമ്മൾ സംസാരിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് ഇരുന്ന് നല്ലപോലെ സമയം സ്പെൻഡ് ചെയ്ത് കൺകുളിർക്കെ കണ്ടിട്ടാണ് കേട്ടോ വന്നത്. രാത്രി ആയി കഴിഞ്ഞാൽ സ്വർണം പൂശിയ കോവില് പോലെ ഇരിക്കും കേട്ടോ. എൻ്റെ നാട്ടിൽ നിന്ന് അമ്മയൊക്കെ വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചത് ഗോൾഡൻ ടെമ്പിൾ ആണോ എന്നാണ്. അത്രയ്ക്കും ഭംഗിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഈ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ക്ഷേത്രം ഒരു നല്ലൊരു സ്വർണം പൂശിയ പോലെ ഇരിക്കും. അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ റൂമിലെത്തി. പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്കും നമ്മൾ ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി. നമുക്ക് ഇവിടെ നിന്ന് 11 മണിക്കാണ് ചെക്കൗട്ട്. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് ട്രെയിൻ ഉള്ളത് ഉച്ചയ്ക്ക് 1 മണിക്കാണ്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുന്നത് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചോഴൻ എക്സ്പ്രസ് തന്നെയായിരുന്നു, ചെന്നൈ ചോഴൻ എക്സ്പ്രസ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം ഉള്ളതുകൊണ്ട് 11 മണിക്ക് ചെക്കൗട്ടും ചെയ്തു. സമയവും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ആ അങ്കിളിനോട് തന്നെ പറഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാനായിട്ട് പറഞ്ഞായിരുന്നേ. അപ്പോൾ നമ്മൾ ആദ്യം ആർട്ട് ഗാലറിയിലൊക്കെ പോയി. അവിടെയൊക്കെ ഈ തഞ്ചാവൂർ ബൊമ്മയ്ക്ക് 2500-3500 ഒക്കെയാണ് റേറ്റ് പറയുന്നത്. പിന്നെ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ.
കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബേർഡ്സ് പാർക്ക് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ അവിടെ ഷോപ്പിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് തഞ്ചാവൂർ ഐറ്റംസ് ഒക്കെ, പ്രത്യേകിച്ച് ബൊമ്മകളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തഞ്ചാവൂർ വരെ വന്നു കഴിഞ്ഞിട്ട് ബൊമ്മ മേടിക്കാതെ വരുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് 1-2 സംഭവങ്ങളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ മേടിച്ചു എന്നുള്ളത് വരുന്ന വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ നല്ല കൂടിയതും കുറഞ്ഞതും ആയിട്ടുള്ള മെറ്റീരിയലിന്റെ വ്യത്യാസത്തിനനുസരിച്ച് റേറ്റ് കൂടുതലും കുറവായിട്ടുള്ള ബൊമ്മകൾ കിട്ടുവേ. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇതിനിടയിൽ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ. നമ്മളവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നേരെ ട്രെയിനിൽ കയറി. 1 മണിയൊക്കെ ആയപ്പോൾ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. 12:30 ആയപ്പോൾ നമ്മൾ എത്തി. കൃത്യം 1 മണിക്ക് ട്രെയിന് വന്നു. അങ്ങനെ ട്രെയിനിൽ കയറി. പിന്നെ കുറച്ച് നേരം നമ്മൾ ട്രെയിനിലിരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് നേരം ഉറങ്ങി. പിന്നെ കുറേ നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് വൈകുന്നേരം 7 മണി ആയപ്പോഴാണ് താമ്പരത്താണ് എത്തിയത്. എഗ്മോറിലാണ് കേട്ടോ ഈ ട്രെയിൻ നിർത്തുന്നത്. പക്ഷെ ഞങ്ങൾ താമ്പരത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ തഞ്ചാവൂർ യാത്രാ വിശേഷങ്ങൾ ഇവിടെ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം തന്നെ ഈ യാത്രയിൽ പങ്കുചേർന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.